ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് 3 വണ്ടി എത്തിയിട്ടുണ്ട്. അതായത് 3-in-1 ഫ്രെയിം, അതായത് 3 കൂടി ഒറ്റ സമയത്ത്. ഇത് ഒരു റിയൽ ലൈഫ് ബേസ്ഡ് കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ള 3 വണ്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് 3 ഏതാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും 3 ഏതാണെന്നുള്ളത്. സോ അത്രയും ഫേമസ് ആണ്. ദെൻ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട് ആ ബ്ലാക്ക് ആയിരിക്കും, അതിൻ്റെ ട്വിസ്റ്റ് അതിൻ്റെ സൈഡിലാണ്. ദെൻ അതിലോട്ടേക്ക് നമുക്ക് വരാം. ദെൻ ഇപ്പം നമ്മുടെ അടുത്ത് മിഡിൽ കിടക്കുന്ന വണ്ടിയും ആ സെയിം സ്പെക്കിൽ തന്നെ പണിതെടുത്തിട്ടുള്ള ഈ ഒരു കോഫി കളറ് ഈ ഒരു BM-ഉം നിങ്ങൾക്ക് ആരുടേതാണ് എന്താണെന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഇത് കോമൺ ആണ് ഈ 2 വണ്ടിയും. ദെൻ ഞാൻ ഓവർ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ദെൻ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റിവ്യൂവിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഈ വണ്ടിയുടെ അടുത്ത് നിന്ന് തന്നെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യും. ആകെ കിളി പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാര്യമായിട്ട് വന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ടിപ്പ് റാപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ബോണറ്റിൽ ചെയ്തിട്ടുള്ളത്. വേറെ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റോക്ക് എലിമെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, അപ്ഗ്രേഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ലോഗോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, M5-ൻ്റെ ലോഗോ എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ. എസ്പെഷ്യലി ഈ വണ്ടിയും ദെൻ ബാക്കിൽ കിടക്കുന്ന BM-ഉം ഒരു സസ്പെൻസ് ഉണ്ട്. ഇതെന്തത് മറായിട്ട് കിടക്കുന്നു, പോട്ടെ പോലെ എന്തെങ്കിലും ആട്ടെ. ഓക്കെ. ദെൻ ഇതിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 ഹെഡ്ലൈറ്റും കസ്റ്റമൈസ്ഡ് ആണ്. അതായത് മൊബൈൽ ഫോൺ വെച്ചിട്ട് നമുക്കിത് ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. RGB ലൈറ്റ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ DRL നമുക്ക് മൊബൈൽ വെച്ചിട്ട് പല കളറിലും സെറ്റാക്കാൻ പറ്റും. ദെൻ നമ്മളെ സൈഡ് പ്രൊഫൈലിലോട്ടേക്ക് വരുമ്പോൾ 21 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ടോട്ടലി ഇത് എയർ ലിഫ്റ്റഡ് ആണ്, അതായത് എയർ സസ്പെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ. പിന്നെ പക്കാ ഒരു ഇരുന്ന ഫീലാണ് വണ്ടിക്ക് ലഭിക്കുന്നത്. ഒരു സൈഡ് പ്രൊഫൈൽ കണ്ടാൽ തന്നെ അറിയാം വണ്ടി പക്ക ഒരു നൈസ് ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് ടോട്ടലി. അതായ ഒരു എയർ സസ്പെൻഷൻ്റെ ആ ഒരു തിങ്സാണ് ഗുഡ് തിങ്സ്. ദെൻ നമ്മൾ റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ടേക്ക് വരുമ്പോൾ 4 ടിപ്പ് എക്സോസ്റ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിൽ 2 മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ദെൻ മറ്റ് 2 ഡമ്മിയാണ്, ഷോക്ക് ചെയ്തിട്ടുള്ളതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ വണ്ടി പക്ക 5 സീരീസിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കിറ്റൊക്കെ ഒരു 5 സീരീസിൻ്റെ എങ്ങനെ ആയിരിക്കും 30Dൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലായിരുന്നു. പക്ഷേ ഇത് ടോട്ടലി 5 സീരീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബമ്പർ ആയാലും കാര്യങ്ങളൊക്കെ ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തുള്ള സെയിം ലോഗോ ആണ്. ന്യൂ BM-ൻ്റെ ആ ഒരു ലോഗോ ആണ് ബാക്കിൽ ഇതിൻ്റെതും കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പക്ക സ്റ്റോക്കാണ്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറിൻ്റെ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദെൻ അവിടെ കിടന്നോട്ടെ, ഒരു ഭംഗിക്ക് അവിടെ നിന്നോട്ടെ. ദെൻ ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ സൺറൂഫ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു FM-ൻ്റെ ആ ഒരു സംഭവം ഉണ്ട്, ആൻറ്റിന. അത് എന്താ പറയുക, ലോങ് ആൻറ്റിന അല്ല, അത് ആ ഒരു ഷാർക്കിൻ്റെ ആ ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ നടുവത്തെ വണ്ടീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്പെക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പക്ഷേ ചെറിയ കളർ ഡിഫറൻസ് മാത്രം, വേറെ ഒന്നുമില്ല കാര്യമായിട്ട് പറയുകയാണെങ്കിൽ. ചെറുതായിട്ടുണ്ട്. ഇതിൽ എന്താ പറയുക, കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് റാപ്പല്ല, ഡിപ്പിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ കാർബൺ ഡിപ്പിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, അതിൽ റാപ്പാണ് ചെയ്തിട്ടുള്ളത്. ദെൻ എന്താ പറയുക, ഇതിൻ്റെ ലോഗോ സൈഡിലോട്ട് വരുമ്പോൾ ഓൾഡ് മോഡൽ BM-ൻ്റെ സ്റ്റോക്ക് ലോഗോ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ദെൻ മറ്റേ വണ്ടി വെച്ച് നോക്കുമ്പോൾ അതിൽ ന്യൂ മോഡലാണ് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഓൾഡ് മോഡലാണ്.
പിന്നെ മറ്റേ വണ്ടിയിൽ ചെയ്തിട്ടുള്ള സെയിം സ്പെക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും കസ്റ്റം ചെയ്തിട്ടുള്ളത്. അതായത് അപ്ഗ്രേഡഡ് ആണ്, RGB ഹെഡ്ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കിറ്റും ഞാൻ പറഞ്ഞല്ലോ 530Dയിൽ നിന്ന് M5 സീരീസിലോട്ടേക്ക് ഇതും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ അടുത്ത് പറയാനുള്ളത് എയർ സസ്പെൻഷൻ്റെ ആണ്. എയർ ലിഫ്റ്റ് പക്ക ഇരുത്തി നിൽക്കുന്നുണ്ട്. അതും മറ്റു വണ്ടീനെ പോലെ തന്നെ 21 ഇഞ്ചിൻ്റെ അലോയ് വിത്ത് ലോ പ്രൊഫൈൽ ടയേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഗുഡ് തിങ്സ് നിങ്ങൾക്ക് കാണാനിരിക്കും. ദെൻ മറ്റേ വണ്ടിയിൽ ഉപയോഗിച്ച സെയിം ബമ്പർ തന്നെയാണ്, ബാക്ക് ബമ്പറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് 4 ടിപ്പുള്ളത് 4 ടിപ്പും വർക്കിംഗ് ആണ്. അതായത് ബൊർലയുടെ എക്സോസ്റ്റാണ് ഇതിൻ്റെ 4 എണ്ണം, 2 എക്സോസ്റ്റ്, അതായത് 4 ടിപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, 530D BMW, പിന്നെ BMൻ്റെ ലോഗോ, പിന്നെ ഈ വണ്ടിയുടെ പേര് അതിൽ ചെറുതായിട്ടൊന്ന് സ്പർശിപ്പിച്ചിട്ടുണ്ട്. ദെൻ ആ റിഫ്ലക്ടർ ഞാൻ ഇപ്പോഴും പറയുകയാണ്, എനിക്കതൊരു മൈനസാണ്. അതെന്താണെന്നറിയില്ല, എനിക്കത് പിടിക്കണില്ല, എന്ത് കണ്ണുകടിയാണ് തോന്നുന്നുണ്ട്. ദെൻ എന്താ പറയുക, കുറച്ചും കൂടി ക്ലീനായിട്ട് എനിക്ക് ബേസ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനേക്കാളും ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ആ ഒരു പെർഫെക്ഷൻ തന്നെയാണ്, വേറെ കാര്യമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊന്നും ആയിട്ടല്ല. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ഫേവറേറ്റ് BM5 സീരീസിൻ്റെ ഈ ഒരു കൺവേർഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 എണ്ണത്തിൽ കമ്പയർ ചെയ്ത് പറയുമ്പോഴാട്ടോ ഞാൻ പറഞ്ഞത്. വേറെ കാര്യമായിട്ട് ഇതിനും അതിനും വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല. ബിക്കോസ് രണ്ടും ലുക്ക് വൈസിലാണെങ്കിലും കാര്യമൊക്കെ സെയിം ആണ്, കുറച്ച് അപ്ഗ്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ട്യൂൺഡ് ഒന്നുമല്ല കേട്ടോ, ഈ 2 വണ്ടിയും പക്ക സ്റ്റോക്ക് തന്നെയാണ്, കമ്പനി കൊടുത്ത ആ സ്റ്റോക്കിൽ തന്നെയാണ്. ദെൻ ഇത് ഒരു മാസ് പുലിക്കുട്ടിയാണ്, ഇതിൻ്റെതാണ് ഇനി അടുത്ത്. ദെൻ ഈ ഒരു വണ്ടിയും ആ ഒരു ബ്രൗൺ ഈ BMഉം ചെറിയൊരു ലിങ്കിങ് ഉണ്ട്. സസ്പെൻസ് ആണ് എങ്കിൽ പോലും ഞാൻ സസ്പെൻസ് ആക്കി വെച്ചിട്ടൊരു കാര്യമില്ല. അതെന്താ നിങ്ങൾ പൊട്ടിച്ചിരിക്കണം, നിങ്ങൾക്ക് അറിയാം ആരുടെ വണ്ടിയാണ് എന്ത് വണ്ടിയാണെന്നുള്ളത്. അത് ഈ വണ്ടീൻ്റെ സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജീപ്പിൻ്റെ ചരമൊക്കെയാണ്. ഇതിൽ എന്താ പറയുക, ഫുൾ ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തൊന്നല്ല, ഫുൾ ഓപ്ഷനിൽ വന്നതാണ്. ഇതിൻ്റെ ബമ്പർ ജസ്റ്റ് മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 2 ഹുക്കൊക്കെ വരുന്ന സൈസിലുള്ള ബമ്പറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ DR വേറെ എക്സ്ട്രാ ബമ്പറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോണറ്റും ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബോണറ്റിൽ 2 എന്താ പറയുക ഒരു ഹോളൊക്കെ ഉണ്ട്. അത് എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ 2 ഹോൾ അതിൽ ഉണ്ട്. പിന്നെ ഇതിൽ എന്താ 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ സ്പാർക്കോൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അപ്ഗ്രേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇത് കോഡ് 6 ട്യൂൺഡ് കാറാണ് ഗൈസ്. അതായത് കോഡ് 6ൽ എന്താ പറയുക സ്റ്റേജ് 1 ട്യൂൺഡ് ഇത്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഡിസ്ക് തന്നെയാണ് വരുന്നത്. അതായത് ബൂസ്റ്റഡ് ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്പാർക്കോൻ്റെ പക്ക ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇത് ട്യൂൺഡ് ആണ്, കോഡ് 6ൻ്റെ ട്യൂൺ വണ്ടിയാണ്. പിന്നെ മേലെ ഹൈലൈറ്റിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മേലെ റൂഫ് ബോക്സിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ടേക്ക് വരുമ്പോൾ എന്താ പറയുക കാര്യമായിട്ടൊന്നുമില്ല, സ്റ്റോക്ക് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് ബമ്പർ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, ഫ്രണ്ടത്തെ ബമ്പർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ദെൻ ദിസ് ഈസ് ദാറ്റ് സർപ്രൈസ്. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആ വണ്ടി ഈ വണ്ടിയും നടുവ് കിടക്കുന്ന വണ്ടിയൊക്കെ എനിക്ക് ലിങ്ക് ആയിട്ടുണ്ടാവും. അതായത് ഇത് ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ന്യൂ എടുത്തിട്ടുള്ള ആ BMഉം അതായത് പിന്നെ ഓൾഡ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ആ ഒരു സെൽറ്റോസിനെ ബേസ് ചെയ്തിട്ടാണ് ജീപ്പ് ചെറോക്കിലേക്ക് നമ്മൾ ഈ ഒരു ഡിസൈൻ കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഷാർപ്പ് ആൻഡ് നീറ്റായിട്ട് ആ സെയിം സ്പെക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഒരു വള്ളിയോ പുള്ളിയോ തെറ്റിയിട്ടില്ല. ദെൻ ഞാൻ എടുത്ത് വന്ന് കാണിച്ചു തരാം. നോക്കൂ, പക്ക പെർഫെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ ഒരു മിസ്റ്റേക്കും ഇല്ല. കാരണം എനിക്ക് അത്രയും ലൈക്കായിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ഈ ഒരു ഗ്രാഫിക്സും സംഭവമൊക്കെ കണ്ടിട്ട്. ഈഗിളിൻ്റെ ആ ഒരു ടെക്സ്ചറും അത് ആ പക്ക ഒരു സെയിം ലുക്കിൽ തന്നെ അതിൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100ൽ 200 ഇത് സ്കോർ കൊടുക്കേണ്ടി വരും വണ്ടിക്ക്. ബിക്കോസ് എന്താ പറയുക അത്രയും അട്രാക്റ്റീവ് ആണ് ഈ ഒരു സൈഡ് വൈസ് ഈ വണ്ടിയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ
ഇത്രയാണ് 3 വണ്ടികളുടെയും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാനുള്ളത്. ടോട്ടലി 3 വണ്ടി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 ഈഗിളിൻ്റെതും 1 ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ ആണ്. ദെൻ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.